ഈ ഒരു ഫീൽഡിൽ എൻ്റെ അത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. ശരിക്കും പറഞ്ഞ ബിഹേവ് ചെയ്തിട്ടില്ല, സംസാരിച്ചത്. പക്ഷെ എനിക്കത് പുള്ളിക്ക് ഒരു ഫാമിലി ഉണ്ട്, ഒരു 2 പെൺമക്കളുണ്ട്. പിന്നെ കൊടുക്കേണ്ടത് ഫോണിൽ കൂടെ എന്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. എന്തിന് വെറുതെ നമ്മൾ അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ ഇഷ്ടത്തിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗേൾസ് മേക്കപ്പ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ? എന്തിനാണ് അവര് വീട്ടിൽ നിന്നുകൊണ്ട് ചൊറിയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, ബാഗ് എന്റെ കയ്യിലാണ് വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗ്. അപ്പൊ ഇയാൾ അടുത്തിരുന്നിട്ട് എന്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ തൊടുന്നതായിട്ടിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്ക് നോക്കിയപ്പോ അയാൾ പെട്ടെന്ന് കൈ പെട്ടെന്ന് മാറ്റി. അപ്പൊ അവൾ നിന്ന് കരയുന്നു, അവളുടെ ഫ്രണ്ട് നിന്നിട്ട് ഒരു മനുഷ്യർ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കിത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി, ഞാൻ കഴുത്തിൽ ചവിട്ടി അയാളെ. ഇപ്പൊ അവരുടെ കുടുംബത്തിലൊരാളെയാണ് ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുക. വിട്ടേ മോളെ പോട്ടെ എന്നാണോ പറയണ്ടേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ, ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എവിടെയെങ്കിലും എത്തണം, സ്വന്തമായിട്ടൊരു കാർ മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായി. ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു സെറ്റിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോ എന്റെ അടുത്ത് ഈ സിനിമയുടെ ഡയറക്ടർ എന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ എനിക്കിത് അറിയത്തില്ല, ഇതെങ്ങനെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഇത് എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയത്തില്ല. ഇവർക്ക് പറഞ്ഞ സമയത്ത് അവിടെ എത്തിയിരിക്കണം. അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ ഷാർപ്പ് 6 എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് ഇവര് തെറി വിളിക്കും, പച്ചയ്ക്ക് തെറി വിളിക്കും. അച്ഛന് പറയും, അമ്മയ്ക്ക് പറയും, അങ്ങനെല്ലാം സംസാരിക്കും അവര്. പെട്ടെന്നൊരു സമയത്ത് എന്റെ ക്യാരക്ടർ കട്ട് ചെയ്ത് കഴിയുമ്പോ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവരുതെന്ന് ഇപ്പൊ അനുവിന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റാർ മാജിക് വിടാനുള്ള മടി കാരണമാണ് പോവാത്തത്. അല്ലെങ്കിൽ പോവാൻ ഇഷ്ടമായിരുന്നു അല്ലേ? പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവിടെ നമ്മളായിട്ട് പോകുന്നതാണ് അവിടെ. ഇപ്പൊ എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അതിനിപ്പോ നമുക്ക് നേരെ ആരെന്തും മോശമായിട്ട് പ്രതികരിച്ചാലും തിരിച്ചു പ്രതികരിക്കും. ഞാൻ ഇത്രയ്ക്കും തൊട്ടവാടിയായ എനിക്ക് തോന്നുന്നു ചിലപ്പോ കാണുമായിരിക്കും, പക്ഷെ പ്രതികരിക്കേണ്ടത് ഞാൻ പ്രതികരിക്കും അല്ലേ? ആണോ? പിന്നെ ഞാൻ എന്തല്ല എനിക്ക് ഞാൻ പറഞ്ഞത് വെച്ചാൽ മോശമായിട്ട് എന്റെ അടുത്ത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഈ ചില കമന്റുകൾ ഇപ്പൊ ഇവള് നേരത്തെ പറഞ്ഞു, ചില കമന്റുകൾ നമ്മൾ കണ്ട് ഞാനൊക്കെയാണെങ്കിൽ ചുമ്മാ വിട്ടുകളയും. ഞാൻ വിടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കമന്റുകൾ ഞാൻ നല്ല പറയും, നല്ല ചീത്ത പറയും. ആണോ? അത് അവർക്ക് തിരിച്ച് മെസ്സേജ് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കത്തില്ല, പോയി മെസ്സേജ് അയക്കും അവർക്ക്. ആണല്ലേ? ഇപ്പോഴും കൊടുക്കും, ഇന്നലെയും കൂടെ കൊടുത്തതേ ഉള്ളൂ. ആണോ? അങ്ങനെ കുറെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും, കൊടുത്തിട്ടേ ബ്ലോക്ക് ചെയ്യും. എന്ത് വെറുതെ നമ്മൾ അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ ഇഷ്ടത്തിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗേൾസ് മേക്കപ്പ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ? എന്തിനാണ് അവര് വീട്ടിൽ നിന്നുകൊണ്ട് ചൊറിയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ ഒന്നെങ്കിൽ അസൂയായിരിക്കും, ഇല്ലെങ്കിൽ വെറുതെ ഒരു ജോലിയും പണിക്കൊന്നും പോവാതെ വീട്ടിനകത്ത് ചൊറിയും കുത്തി ഇരിക്കുന്നവരായിരിക്കും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ അവരെ അങ്ങോട്ട് വിളിച്ചല്ല ഞാൻ പറയും ഹലോ, തിരിച്ച് ഹായ്, എന്താ നിന്റെ അസുഖം എന്ന് ഞാൻ ചോദിക്കും. ഞാൻ എന്ത് ചെയ്തു? ഇത് താനല്ലേ കമന്റ് ഇട്ടത്, തനിക്ക് എന്നിട്ട് തന്റെ അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇടുന്നില്ല. തനിക്ക് 3-4-7 പേര് ഫോളോവേഴ്സ് ഉണ്ട്. എന്നിട്ട് ഇയാൾ എന്തിനാണ് എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇടുന്നത്? അത് സോറി കേട്ടോ, അത് താൻ എനിക്ക് മെസ്സേജ് ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കും. അല്ല, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാലേ താൻ എനിക്ക് മെസ്സേജ് അയക്കുള്ളൂ. അത് തനിക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ളവരുണ്ട്. സ്ഥിരം ചിലപ്പോൾ മെസ്സേജ് അയക്കും, എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഇതൊക്കെ ചെറുത്, ഇതൊന്നും ഞാൻ കമന്റ് അങ്ങനെ നോക്കാം. ഇതൊന്നും അല്ല, ഇതിന് അതുക്കും മേലെ. ഏറ്റവും കൂടുതൽ അനുവിനെ വിഷമിപ്പിച്ച ഒരു കമന്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ മേളിൽ അനു ഒരുപാട് കരഞ്ഞിരിക്കുന്നത്? കമന്റ് കണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല, ദേഷ്യം വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കമന്റ് ആയിരുന്നു? തള്ളേന്ന് വിളിച്ചു, തള്ള മുതുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുവിനെ കണ്ടിട്ടാ. പിന്നെ എന്ത് പുട്ടി വാരി ഇട്ടിരിക്കുന്നു. പിന്നെ വേറെ ഇതൊന്നും പ്രശ്നമില്ല. എന്റെ ഇപ്പൊ ഈ ഇടയ്ക്ക് എന്തോ കമന്റ് ഇട്ടേ, അത് പറയാൻ കൊള്ളാത്ത എന്തോ ചീത്ത വേടായിരുന്നു, ചീത്ത വേട്. കാരണം ഞാൻ ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമില് കൊളാബിടുമ്പോ അല്ല ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇത്
പൊതുവെ സെലിബ്രിറ്റിയിൽ ആരും ഞാൻ പല ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് കമന്റ് നോക്കാറുണ്ട്. അതിൽ കുറേ നെഗറ്റീവ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇവർക്ക് ഡിലീറ്റ് കളഞ്ഞൂടെ, അല്ലെങ്കിൽ പോട്ടെ ഇവർക്ക് തിരിച്ച് റിപ്ലൈ എന്തെങ്കിലും കൊടുത്തൂടെ. ചില ആർട്ടിസ്റ്റ് നമ്മൾ അനുസരിച്ചേ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ അത്, ഈ ഒരു സംഭവം, അത് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ മാന്യം പറ്റാന്ന് എനിക്ക് തോന്നിയത് മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്ന. പിന്നെ വസ്ത്രം ധരിക്കുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, എങ്ങനെ ധരിക്കണം എങ്ങനെ ധരിക്കണ്ടെന്നുള്ളത്. ഇതിട്ടിട്ട് ഇതിന്റെ താഴെ വന്നിട്ട് പറയാൻ കൊള്ളാത്തൊരു നമ്മുടെ ബോഡി പാർട്ടിനെ വെച്ചൊരു സംഭവം, ഒരു ബ്രസ്റ്റിനെ പറ്റിയ ഒരു മോശമായിട്ട്. അതും റിയൽ അക്കൗണ്ട്, അത് ഫേക്ക് അക്കൗണ്ടൊന്നും അല്ല, ഒരു അക്കൗണ്ട്. അതും അയാളുടെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, പ്രൊഫൈൽ പിക്ക്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അയാളുടെ പ്രൈവറ്റ് അക്കൗണ്ടാ. പോസ്റ്റ് ഞാൻ നോക്കും എത്ര പോസ്റ്റാണ് അയാൾ ഇട്ടിരിക്കുന്നതെന്ന്. കാരണം ഒരു 10-12 ആണെങ്കിൽ അയാൾ റിയൽ അക്കൗണ്ട് എനിക്ക് മനസ്സിലാവും. കുഞ്ഞിന്റെ ഫോട്ടോയും കൂടെ ഇട്ടിരിക്കുന്ന സെൽഫി. ഞാൻ മെസ്സേജ് അയക്കും, ഇത് നിങ്ങൾ ഇട്ട കമന്റ് അല്ലേ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങളുടെ വീട്ടില് വൈഫും ഒരു മോള് വളർന്നു വരുന്നതല്ലേ, ആ കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടിയുടെ മോശമായിട്ട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എടുക്കാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾ പെട്ടെന്ന് കമന്റ് പോയി നോക്കി. അപ്പൊ കമന്റ് പോയി നോക്കിക്കളഞ്ഞു, ഞാൻ മുന്നേ ഡിലീറ്റ് കളഞ്ഞു. അത് ഞാനല്ലേ ഇട്ടത്, എന്റെ ഫ്രണ്ട് ഫോൺ മേടിച്ച് കമന്റ് ഇട്ടതാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സൈബറിൽ കംപ്ലൈന്റ് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ വീട്ടിൽ പോലീസ് വന്ന് പൊക്കും. ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ സെലിബ്രിറ്റികളൊക്കെ എല്ലാ അക്കൗണ്ടിൽ പോയി കമന്റ് ഇടുന്നത് പോലെ എന്റെ അക്കൗണ്ടിൽ, ഞാൻ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, എന്റെ അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാളെ മാക്സിമം ഞാൻ അയാളെ പേടിപ്പിക്കും, ഭയങ്കരമായിട്ട് പേടിപ്പിക്കും, നന്നായിട്ട് പേടിപ്പിക്കും. അപ്പോഴൊക്കെ സോറി, പിന്നെ വോയിസ് മെസ്സേജുകൾ, സോറി എനിക്കൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതാണ്, അയ്യോ ഒന്നും ചെയ്യില്ല എന്ന്. കാരണം അയാൾ ഇനി ആരുടെ അക്കൗണ്ടിൽ പോയി അങ്ങനെ ഇടാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു എന്തെങ്കിലും അനീതി അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ശരിക്കും ഈ പറയുകയല്ല, അവിടെ ഒരു ആക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആണോ? പിന്നെ ട്രെയിനില്, പോലീസിലാണെങ്കിലും പിന്നെ പോലീസ് സ്റ്റേഷനിൽ, പോലീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ബസ്സിലും ട്രെയിനിലൊക്കെ ചോദിച്ചു മിസ്ബിഹേവ് ചെയ്തവർക്കൊക്കെ. പിന്നെ ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോ പർദ്ദയാണ് യൂസ് ചെയ്യുന്നത്. പർദ്ദയൊക്കെ ഇട്ട സമയത്ത്, ഈ ഇടയ്ക്ക് ട്രെയിനിൽ പോയ സമയത്തും ഇരിക്കുന്ന സമയത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയാം, പല പെൺകുട്ടികളും ഒന്നും പ്രതികരിക്കത്തില്ല, പെട്ടെന്ന് അയ്യോ വേണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിഞ്ഞു മാറും. പക്ഷെ ഞാൻ പ്രതികരിക്കും, കാരണം എനിക്ക് അമ്മ ഫുൾ കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഒരു 3 വർഷം അമ്മ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ തനിയെ എല്ലായിടത്തും, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ തനിയാണ് പോകുന്നത്. അപ്പൊ എവിടെയും ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പോയ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഉറങ്ങുക, അപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കുക. ഇരുന്ന സമയത്ത് ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, ബാഗ് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗ്. അപ്പൊ ഇയാൾ അടുത്തിരുന്നിട്ട് എൻ്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ തൊടുന്നതായിട്ടിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്ക നോക്കിയപ്പോ നോക്കിയപ്പോ അയാൾ പെട്ടെന്ന് കൈ പെട്ടെന്ന് മാറ്റി. അപ്പൊ ഇയാള് പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു കള്ള ലക്ഷണം ഒരാളുടെ ഫേസിലേക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, പർദ്ദ ഷോൾ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ആരാന്നൊന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കയ്യിൽ നഹമളത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലിരുന്ന ബാഗും ബോട്ടിലും എടുത്ത് ഞാൻ അയാളെ തലക്കടിച്ചു, മുഖത്തടിച്ചു, കൈ കൊണ്ട് അയാളുടെ പുറത്ത് ഫേസിൽ വാന്തി. അത് മുറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടക്ടറൊക്കെ വന്നിട്ട് അയ്യോ വിട്ടേരെ എന്നിട്ട് ഇയാള് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് ചാടുക. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കളൊക്കെ കൊടുത്തു. പക്ഷെ കൂടെ എന്താ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തില് നമുക്ക് ഒരു പെൺകുട്ടി ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ കൈയും കെട്ടി കണ്ടോണ്ടിരിക്കുന്നു. എന്ത് മനുഷ്യരാന്തോ, പ്രതികരിക്കുന്നില്ല അവര്. വിട്ടേരെന്ന്. ഇപ്പൊ അവരുടെ കുടുംബത്തിലൊരാളെയാണ് ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുക. വിട്ടേരെ മോളെ പോട്ടെ എന്നാണോ പറയണ്ടേ? അപ്പൊ അത് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഞാനോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് മനുഷ്യരാണ്, കഷ്ടം എന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ, മനസ്സിലാവില്ല ഇങ്ങനെ മാസ്ക്. പക്ഷെ സൗണ്ടിലൂടെ ആർക്കൊക്കെ മനസ്സിലായി തോന്നുന്നു. പിന്നെ ഞാൻ പോയിരുന്നു, എൻ്റെ അടുത്ത് ബസ്സിലെ ആള് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഒരു ആന്റി അടുത്ത് പോയിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ ഈ ഒരു 10 വർഷത്തിനകത്ത്, കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് ബസ്സിൽ പോകുമ്പോൾ ഈ പറയുന്ന പയ്യന്മാരെ തന്നെയാണ്, ഒരു 10-30 വയസ്സിനകത്തുള്ളവർ ബാക്കിൽ വന്നിട്ട് ഈ ബസ്സിനകത്ത്, അത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് ബസ്സിൽ കമ്പിയുടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കൈ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ച സമയം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യർ പ്രതികരിച്ചില്ല. ആ കൊച്ചു നിന്ന് കരയുക. എന്റെ സീനിയർ ആയിരുന്നു, വിമൻസ് കോളേജിൽ. അവൾ വിമൻസ് കോളേജിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അപ്പൊ അവൾ നിന്ന് കരയുന്ന, അവളുടെ ഫ്രണ്ട് നിന്നിട്ട് ഒരു മനുഷ്യർ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കിത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചവിട്ടി, ഞാൻ കഴുത്തിൽ ചവിട്ടി
അയാളെ ചവിട്ടി ഒരു ബസ്, ഞാൻ പറഞ്ഞു കണ്ടക്ടറിന് ചോദിച്ചിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു, ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞു സ്റ്റേഷനിൽ വരാൻ. പിന്നെ അയാൾ പറഞ്ഞു, ആര് പറഞ്ഞു, കൂടെ നിന്ന പോലീസ്. അപ്പൊ പറഞ്ഞു SI പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു, പെൺകുട്ടികൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇയാളെ പിന്നെ കൊണ്ടുപോയി, ഇയാളെയും കൊണ്ടുപോയി മറ്റേ പെൺകുട്ടിയുടെ അടുത്ത് വരാൻ പറഞ്ഞു പേരൻസിനെ വിളിച്ചോണ്ട്. പിന്നെ എന്തായെന്ന് എനിക്ക് പിന്നെ വിട്ടു തോന്നുന്നു, എനിക്ക് അറിയത്തില്ല അതിനുശേഷം. അങ്ങനെ ഒരു മനുഷ്യർ പ്രതികരിക്കത്തില്ല ഇപ്പോ, ആരും പ്രതികരിക്കത്തില്ല. വളരെ കുറച്ച് നല്ല ആൺകുട്ടികളാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം പയ്യന്മാര് പ്രതികരിക്കും ഇപ്പോ, അല്ലാതെ ഒരു മനുഷ്യര് പ്രതികരിക്കില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കൂടെ നമ്മുടെ കൂടെ സപ്പോർട്ടിന് അവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ മുതിർന്ന ആൾക്കാര് പ്രതികരിക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. സെറ്റിൽ എവിടെയെങ്കിലും അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ അത് എന്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, പല ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ അറിയാലോ, അതില് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന്. എനിക്കിതുവരെ അങ്ങനെ മോശം അനുഭവങ്ങൾ, ഇപ്പൊ പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത്, ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ, ഞാനും അമ്മയായിരുന്നു പൊക്കോണ്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് കയറിയ സമയമാണല്ലോ, ആദ്യം കയറിയ സമയത്തൊക്കെ അച്ഛൻ കാറിൽ കൊണ്ടാക്കും, പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങ് പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, KSRTC ബസ്സിൽ, ഞാനും അമ്മയൊക്കെ ആയിട്ട്. പക്ഷെ ഇവർ ഞങ്ങളെ ലേറ്റ് ആയിട്ടാണ് വിടുന്നത്. ഞങ്ങളൊന്ന് കൊണ്ടാക്കിയോ, ഞങ്ങൾക്ക് ടീ തരുകയോ, ഞങ്ങളെ വഴിയിലിറക്കി അങ്ങ് വണ്ടിയിൽ ഇറക്കി വിടും. ഞങ്ങൾക്ക് പാതിരാത്രി 11-12 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എവിടെയെങ്കിലും എത്തണം, സ്വന്തമായിട്ടൊരു കാർ മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഹാപ്പിയാണ്. അതൊക്കെ എപ്പോഴായിരുന്നു അനു ഇതൊക്കെ? ഈ ഒരു ഫീൽഡിൽ കയറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു. ആ സീരിയലിന്റെ പേരൊന്നും പറയുന്നില്ല. സമയത്ത് പേയ്മെന്റ് ഇഷ്ടം കൊണ്ട് പോകുന്നതാണ്, ഭാഗ്യം കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതെന്ന് വെച്ചാലേ, നമ്മളെ ഒരു 10-11 മണിക്ക് ഈ പേരൂർക്കട, തമ്പാനൂര്, നമ്മളൊരു പേരൂർക്കട ഇറക്കി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന, ഞങ്ങൾ ഇവിടെ ആര്യനാടായിരുന്നു, അവിടെ നിന്ന് 30 കിലോമീറ്ററാ. അപ്പം അവിടെ നിന്ന് അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അമ്മ ആള് ഭയങ്കര പാവമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. നമ്മുടെ അടുത്തൊക്കെ മോശമായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ അറിയാം. അങ്ങനെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഒരു 11-12 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല, പിടിച്ചിരുത്തിക്കും. കാരണം ഒരു വണ്ടിയേ ഉള്ളൂ, നഷ്ടമല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടാനായിട്ട്. നമ്മളിപ്പോ വന്ന ആർട്ടിസ്റ്റ് അല്ലേ, സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് വന്ന ടൈമിൽ നമ്മളെ 11 മണി, നമുക്ക് ഇത്രയും ദൂരം പോകണമെന്ന് പറഞ്ഞപ്പോലും 11 മണിക്കും 12 മണിക്കും, അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി. അത് ആ സമയത്ത് മാത്രമല്ലേ, ഇപ്പോഴും ഉണ്ട്. ഉണ്ടോ? പിന്നെ എപ്പോഴും 11-12 മണിക്കൊക്കെ പിടിച്ചിരുത്തിക്കും. എന്തിനാണ് പെൺകുട്ടികളെയൊക്കെ അവരെ പാരന്റ്സിനെ പിടിച്ചിരുത്തിക്കുന്നത്? ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവര് പ്രതികരിക്കുമല്ലോ. ഇപ്പൊ ഈ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ പ്രതികരിക്കാൻ നിൽക്കില്ല. ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എന്താ പേടിയെന്ന് അറിയാമോ? ഈ പേടി തന്നെ, ഇപ്പൊ ഉള്ള കുട്ടികൾക്കുള്ള പേടിയായിരുന്നു എനിക്കും. പറഞ്ഞു വിടുവോ, ഇനി കട്ട് ചെയ്ത് കളയോ, കൊന്നു കളയോ, ഇങ്ങനെയുള്ള കുറെ പേടികളുണ്ട് കുട്ടികൾക്കൊക്കെ. അഭിനയിക്കുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന പെൺകുട്ടികളാണ്, ആൺകുട്ടികളുമാണ്. കുട്ടികളുടെ മാത്രമല്ല, ഇനിയിപ്പോ അമ്മ ക്യാരക്ടർ ആണെങ്കിലും ഇനി എന്ത് ക്യാരക്ടർ ആണെങ്കിലും. അപ്പൊ ഇവർക്കൊക്കെ ഒരു സീനായിരിക്കും ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇവർക്ക് തമ്പാനൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഇറക്കി വിടണമെങ്കിൽ 11-12 മണിക്കൊക്കെ പിടിച്ചിരുത്തിയിരിക്കും. ഇവർക്കൊക്കെ എന്ത് ദൂരം പോവേണ്ടവരാ. നാളെ സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊന്നും ഇങ്ങനത്തെ ഈ പ്രൊഡക്ഷന്റെ സൈഡിൽ പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിക്കും. എനിക്ക് വണ്ടി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നാളെ ഞാൻ വരത്തില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല, എന്റെ അടുത്ത് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഹേമ കമ്മീഷനിലാണേലും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ്, നമുക്ക് അത് കിട്ടുന്നില്ല, ഇതൊക്കെ തന്നെയാണല്ലോ. പറയില്ല, കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ആരും ഒന്നും പറയില്ല. പക്ഷെ ഇപ്പൊ അനു പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറയാതിരിക്കണോ വേണ്ടത്? നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മളടുത്ത് ആരും മോശമായിട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ, അങ്ങനെ ആകല്ലേ തന്നെ. അനു പറഞ്ഞ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കോ നമ്മളിത് എന്താ പറയാ, കരയുന്നവരെന്നും കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്, പറയണം. എനിക്ക് വണ്ടി ഇട്ട് തരാൻ പറ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ, പറ്റത്തില്ല എന്ന് പറ. വേറെ മോശമൊന്നുമല്ല, ഈ വണ്ടിയുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാന്നുള്ള രീതിയിൽ ഇപ്പം അനു തന്നെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് സമയത്ത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള അനു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? അന്ന് ഞാൻ പമ്മിയായിരുന്നു.
ഈ ഒരു ഫീൽഡിൽ വന്ന് ഞാൻ കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, ഞാൻ കാരണം എന്നെ വിളിക്കാതെ വരുമോ, എന്നെ കൊന്നു കളയോ എന്ന് പറഞ്ഞാൽ സീരിയലിനകത്ത് ക്യാരക്ടർ കൊന്നു കളയോ, അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ നമ്മളുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത് എല്ലാം ഫേമസ് ആയിട്ടൊക്കെ ഇരിക്കുന്നില്ല, നമ്മൾ എല്ലാവരും ഇടയിൽ കണ്ടോ ഈ ക്യാരക്ടർ ചെയ്യുന്നത്. പെട്ടെന്നൊരു സമയത്ത് എന്റെ ക്യാരക്ടർ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവരുതെന്ന് ഇപ്പൊ അനുവിന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യം, നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നമ്മൾ പോണം. അതെ. പക്ഷെ അത് ഇപ്പൊ പറഞ്ഞതല്ലാതെ ഈ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇതൊരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ചേച്ചി. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അവർക്ക് പൈസയോ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഇപ്പൊ എനിക്ക് കുഞ്ഞിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ, എനിക്ക് ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റുമെന്ന് പോലും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന വിചാരിച്ച കാര്യമേ അല്ല. അപ്പോ എന്തോ ഒരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയതായിരിക്കും എനിക്കിത്. അപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാല്, നമ്മുടെ ഞാൻ പറയാം സ്റ്റാർ മാജിക്കില് അവരെല്ലാം നമുക്ക് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഈ സമയത്ത് വിടാൻ പറഞ്ഞത് വിടും, ചേട്ടാ എനിക്ക് ഇത്ര മണിക്ക് പോണം, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളൊരു എല്ലാരും അങ്ങനെയല്ല അതിനകത്ത് ഒരു ചില ആൾക്കാർ അങ്ങനെയുണ്ട്. എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ധാരാളം ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാവും അനുഭവം പറയാൻ. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക, നിഗ്ലക്ട് ചെയ്യുക, നിങ്ങൾ തള്ളി മാറ്റുക, തീർച്ചയായിട്ടും ഉണ്ടാവും. ജീവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തല്ല, അത് മാത്രമല്ല ഞാനൊരു ജിംബൂമ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അപ്പൊ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ വിളിച്ച് അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താന്നറിയത്തില്ല, അവർക്ക് എന്നെ വേണ്ട. പക്ഷെ അത് അവർക്ക് ഒന്ന് തുറന്നു പറയാനും എന്റെ അടുത്തൊരു പറ്റുന്നില്ല, നേരിട്ട് വന്ന് പറയാനൊരു മടി. അപ്പൊ കൺട്രോളറിന്റെ അടുത്തപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിപ്പോ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ശരിയാവും തോന്നുന്നില്ല, ക്യാരക്ടറിന് ശരിയാവും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് കൺട്രോളറിന്റെ അടുത്ത് വന്ന് പറയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് കുറെ പർച്ചേസ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേമസ് സീരിയലിന് വേണ്ടിയിട്ട് എന്നെ ടൈറ്റിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നം ഹൈറ്റ് ആണ്. അപ്പൊ അവിടെ ലൊക്കേഷനിൽ എത്തി ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സെല്ലാം കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ വന്നതിന് ശേഷമാണ് ഇവർ ഈ ഹൈറ്റിന്റെ കാര്യം പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ വെച്ച് ഇത് കണക്കൊരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു 10 എപ്പിസോഡ് നമുക്ക് എടുത്ത് ചാനലിൽ കൊടുത്തു നോക്കിയിട്ട് അവരെന്താ പറയണത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് ചാനലിന്റെ ഹെഡ് ആയിട്ടിരുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സാർ പറഞ്ഞ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവന്റെ ഹൈറ്റ് ഒന്നും നോക്കണ്ട, അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് പെർഫോമൻസ് വെച്ചിട്ട് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി, അതിൽ ഓക്കെയാണ്, അതിൽ നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളി തന്നൊരു കോൺഫിഡൻസിന്റെ പേരിലാണ് ആ വർക്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്, ബാക്കി അവർക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടായത്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക, നമ്മളെയൊക്കെ ഒരു വേറൊരു നമ്മൾ എന്തെങ്കിലും രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് വേറൊരു നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് പോവാം. പക്ഷെ നമുക്കൊരു ഈ ഫീൽഡിനകത്തുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. ഒരു ചാനലില് സീരിയൽ ചെയ്ത് ഇത്രയും നല്ല റേറ്റിംഗ് കൊടുത്ത ഒരാളാണ്. അപ്പം ആ ചാനലില് ആ സീരിയൽ എനിക്കൊന്ന് സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് നിന്നല്ലേ ഇപ്പം ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല. എന്നിട്ട് ആ ചാനലിൽ ഒരുപാട് എപ്പിസോഡ് നല്ല റേറ്റിംഗിന് പോയിട്ട് ആ ചാനലിൽ സീരിയലിന്റെ ഒരു ഇവന്റ് പോലെ ഇപ്പൊ വന്നിട്ട് എല്ലാരും വിളിച്ചു, ഇവര് കുറച്ചു പേരെ വിളിച്ചിട്ടില്ല. കുറച്ചുപേരെന്നല്ല, ഞങ്ങളെ എന്നെയും എന്റെ പേരായിട്ട് ചെയ്ത ആളെ മാത്രം വിളിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ ആ ലൊക്കേഷനിൽ മോശപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ, അവൻ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവിടെ ഭയങ്കര തരികടയാണ്, അങ്ങനെ ഒരാളല്ല ജീവൻ. ഞാൻ നോക്കുകയാണെങ്കിൽ ജീവനെ പറ്റി ലൊക്കേഷൻ എല്ലായിടത്തും ഭയങ്കര നല്ല അഭിപ്രായമാണ്. വന്നു കഴിഞ്ഞാൽ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അവൻ സീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്ര പേര് പറയും, നീ ഇവിടെ കിടന്ന് ഭയങ്കര ചറപ്പറ. പക്ഷെ ജീവൻ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ജീവൻ ലൊക്കേഷനിൽ സീൻ കഴിഞ്ഞ് നേരെ ഒന്നെങ്കിൽ അവൻ കാറിൽ പോയിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഒരു സൈഡിൽ ഇരുന്ന് ഉറങ്ങും. അങ്ങനെയാണ് അവൻ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറയും. എല്ലാ ലൊക്കേഷനിലും എവിടെ ഇനിയിപ്പോൾ എൻ്റെ കൂടെ അഭിമുഖി ചെയ്യാൻ വരുമ്പോൾ പോലും സീൻ കഴിഞ്ഞിട്ട് അവൻ എവിടെയെങ്കിലും പോയി സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാറിനകത്ത് പോയിരിക്കും ചൂട് കാരണം. അങ്ങനെയാണ്, ഒരു ശല്യം ഒന്നുമില്ല. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നിന്നെ ആ പ്രോഗ്രാമിന് വിളിച്ചില്ല, നിന്നെ എന്താ അവോയ്ഡ് എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അന്വേഷിച്ചിട്ടുണ്ടോ?
ഞങ്ങൾ ചോദിച്ചു. ആ. ഞാൻ ചോദിച്ച സമയത്ത് അവര് തന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചില്ല, അതായത് സീരിയലുകാർ വിളിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു സോറി ഞങ്ങൾ അത് വിട്ടുപോയതാണ് ജീവ, അങ്ങനെ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു സീരിയലില് ഇത്ര എപ്പിസോഡുകൾ നല്ല രീതിയിൽ ചെയ്ത ഒരു ഇതാണ്. അപ്പൊ ഇത് ചാനൽ വൈസ് എന്നുള്ള ആളുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ചെയ്ത ഒരാളാണ്. അപ്പം ഒരു 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 കുറച്ചെങ്കിലും ഒരു ഇത് നമ്മുടെ അടുത്ത് ഒരു മര്യാദ കാണിക്കണം, നമ്മൾ രണ്ടുപേരും വിളിക്കാന്നുള്ളത്. ഒന്നും വേണ്ട നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് അവാർഡിന് വേണ്ടി വിളിക്കേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നിന് പെർഫോമൻസിന് ഒന്നിനു വേണ്ടി വിളിക്കണം. പക്ഷെ ഒന്ന് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം നടപ്പുണ്ട്. ഇത് ഞങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഇൻസ്റ്റയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇതിന്റെ ഓരോ റീലുകളും പോസ്റ്റുകളും വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ വേദന ഉണ്ടാവും ശരിക്കും, ഭയങ്കര വേദന. നമ്മളെ ശരിക്കും അവരെ അവോയ്ഡ് ചെയ്തു വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അല്ലേ അങ്ങനെ കാണാൻ പാടില്ല ആരെയും. അപ്പൊ അതിനകത്ത് എന്നിട്ടും പിന്നെ ജീവൻ അവരെ കാണുകയും പിന്നെയും അവരുടെ കൂടെ ഒരു യാത്രയൊക്കെ എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി ആയിരുന്നോ നേരത്തെ പോലെ തന്നെ? അല്ല, ഞാൻ പിന്നീട് അങ്ങനെ കണ്ടിട്ടില്ലേ ചേച്ചി അവരെ. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന സംഭവം ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പിന്നെ കാണേണ്ടി വന്നിട്ടില്ല. ഇല്ല, പിന്നെ അങ്ങനെ കാണേണ്ടി ചാനലിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാമിനും ഡാൻസിനും സ്കിറ്റ് അല്ലേ എന്തൊക്കെ പ്രോഗ്രാമിൽ പോയാ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് എന്തോ ഒരു ഗ്രൂപ്പിസ്റ്റിന്റെയോ ഈഗോ ടീം ഉണ്ട്, മൊത്തത്തിൽ ഈഗോ ടീം ഭയങ്കരമായിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ നമ്മൾ എത്രത്തോളം ജെനുവിൻ ആയിട്ട് നിന്നാലും നമുക്ക് അത്രയും തന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമുക്ക് എപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിന്നും റിസൾട്ട് കിട്ടണമെന്നില്ല. അതിന് വേണ്ടത് വേറെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ അങ്ങനെയും കൂടെ കളിക്കാൻ നിന്നാൽ. നേരത്തെ ഒരു കാര്യം ഇവള് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന, ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു സെറ്റിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോ എന്റെ അടുത്ത് ഈ സിനിമയുടെ ഡയറക്ടർ എന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്, പക്ഷെ എനിക്കത് അറിയത്തില്ല ഇതെങ്ങനെ. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയത്തില്ല. എനിക്ക് മോശമായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പുള്ളി ഗേ ആയിരുന്നു, ടച്ചിങ്ങിലും എല്ലാം അങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ്, ചിലപ്പോ എന്റെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു മോൻ എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി കാണുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു? +2 പഠിക്കുന്ന സമയത്ത്, +2 +1 പഠിക്കുന്ന സമയത്ത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് അനുഭവമാണ് എന്റേത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ ഇപ്പോഴൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ്, അയാൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് വളരെ ആ ഒരു രീതിയിലാണ് പുള്ളി ചെയ്തത്. അപ്പൊ അത് എന്താ പറയണ്ട, അതൊരു വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു, അത് പുള്ളി വേറെ ആൾക്കാരുടെ അടുത്തും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പൊ എന്റെ അടുത്തും അങ്ങനെ ആയിരുന്നു പുള്ളി. അത് ഇവർക്ക് മാത്രമല്ല, ലേഡീസിന്റെ കാര്യം മാത്രമല്ല, ലേഡീസിനാണ് കൂടുതൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളും പറയാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഈ പറയാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, ആണുങ്ങളിൽ പറയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ. ഇനി അങ്ങനത്തെ ഒരു അനുഭവം വന്നപ്പോ ഉറപ്പായിട്ടും പറയുകയും ചെയ്യും, പ്രതികരിക്കുകയും ചെയ്യും. ആ ടൈമിൽ പ്രതികരിക്കണം, ആ ടൈമിൽ വേണ്ടില്ല പ്രതികരിക്കും. അപ്പൊ ഇവരെല്ലാവരും നിങ്ങൾക്ക് എല്ലാവരും ഇത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. വേറൊന്നും ഒരുപക്ഷെ ചെയ്യാൻ അറിയില്ല, ഇഷ്ടം കൊണ്ട് പോകുന്നവരും ഉണ്ടാക്കാം. അത് വേറെ, അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാം. അത് അവര് വില്ലിംഗ് ആയിട്ട് അവർ പോകുന്ന ആൾക്കാരാണ്. അത് ഒബ്വിയസ്ലി അങ്ങനെ പോയിട്ടും കംപ്ലൈന്റ് കൊടുക്കുന്നവരും ഉണ്ട്. അതെ, അവരാഗ്രഹിച്ചത് കിട്ടാത്തപ്പോൾ അവരോട് കംപ്ലൈന്റ് ചെയ്യും. അതും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവര് എന്തായിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ഒരുപാട് ഇഷ്ടത്തോടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നും അവര് അത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ചീത്ത ഒരു അനുഭവം അവർ കിട്ടുമ്പോഴേ ചിലർക്ക് വേറൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇതങ്ങ് നേരത്തെ അനു പറഞ്ഞില്ലേ, സഹിച്ചും ക്ഷമിച്ചും അങ്ങ് ഇതായി പോവാണെന്ന്. അങ്ങനെ ഇതിന്റെ ഒരു വിക്ടിമായി പോകുന്നവര് ഇപ്പൊ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ഒരുപാട് പേര്. അങ്ങനെ ഇപ്പൊ കാണുമായിരിക്കും ഉറപ്പായിട്ടും. കാരണം ആ കുട്ടികൾക്ക് കടിച്ചു പറിച്ചിട്ട് എന്നാലും എനിക്കിത് നടക്കണം, ഇതിനു വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവരോട് എന്താ ഇപ്പൊ നിങ്ങളുടെ ഒരു ഇത്രയും നല്ല, നിങ്ങൾ ഇപ്പൊ ഭയങ്കര ബോൾഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അവളോട് നിങ്ങൾക്ക് എന്തൊരു മെസ്സേജാ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഈ പറയുന്ന പോലെ സീരിയൽ കഴിഞ്ഞതിന് ശേഷം സീരിയൽ കഴിഞ്ഞ സമയത്ത് സിനിമയാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും കഴിഞ്ഞ സമയത്ത് ഈ വണ്ടിയുടെ പ്രശ്നം, അതൊന്ന് ലേറ്റ് ആയിട്ട് വിടുന്നത്, കൊണ്ടാക്കുന്നത്, വഴി ഇറക്കി വിടുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോ ഞാന് പ്രതികരിക്കാൻ പോകത്തില്ല. ഞാൻ പിറ്റേ ദിവസം ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോയത്, ഞാനും അമ്മയും കൂടെ ഇങ്ങനെയാണ് വണ്ടി കയറിയാണ് പോയത് ചേട്ടാ, അതുകൊണ്ട് രാവിലെ ഇന്ന സമയത്ത് 6 മണിക്ക് എത്തണമെന്ന് പറയുകയും ചെയ്യും. കൊണ്ടാക്കുന്നത് 11 മണിക്കും 12 മണിക്കും, വീട്ടിൽ എത്തുന്നത് 1 മണി 2 മണി, കുളിച്ച് റെഡിയായി ഉറങ്ങുമ്പോ 3 മണി, അതിനിടയ്ക്ക് ഞാനും ഉറങ്ങത്തില്ല, അമ്മ പിന്നെ ചെറുതായിട്ടൊന്നും ഉറങ്ങാത്ര തന്നെ. പിന്നെ വീണ്ടും 5 മണിക്ക് എണീറ്റാണ് നമ്മൾ പോകുന്നതൊക്കെ.
അപ്പൊ ഞങ്ങള് അപ്പൊ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് കളയും, അവരിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. അതെ അതെ, എന്തിനാ അതിന്റെ ആവശ്യം ഇല്ല. നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്നായില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു പറയാ ഇപ്പോഴൊക്കെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടതാണ്, പറയും 7 മണിക്ക് എത്തണം, അനുവില്ല ഈ കുട്ടി മോക്ക് 7 മണിക്കാണ് ഫസ്റ്റ് സീൻ വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഈ കുട്ടി പോയിട്ട് വരുന്നത് കൊല്ലത്തുനിന്നാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ പറയും സോറി ചേട്ടാ എനിക്ക് 7 മണിക്കൊന്നും എത്താൻ പറ്റത്തില്ല ചേട്ടാ, ഒരു 8-8:30, കാരണം എനിക്ക് ബസ് അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എത്തുമ്പോ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 7:30, ലൊക്കേഷൻ വരുമ്പോൾ ഇത്ര സമയമായിരിക്കും ചേട്ടാന്ന് പറയും. അപ്പൊ ഉടനെ ആ മനുഷ്യൻ എന്താ വിചാരിക്കുന്ന അറിയാം, പുതിയ കുട്ടിയല്ലേ, ഓ ഇത് അഹങ്കാരമാണല്ലോ, ജാടയാണല്ലോ, ഇത് മാറ്റാൻ സമയമായി. പക്ഷെ ഇത് 7 മണിക്കെന്ന് പറയുമ്പോ അങ്ങനെ സമയം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കുന്നില്ല ആരും, മനസ്സിലാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ജീവൻ പറഞ്ഞ അത് പറയൂ. നമുക്ക് അല്ല നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് എന്റെ വീട് കടക്കല. അപ്പൊ പണ്ട് ഈ ഷൂട്ടിന് വരുന്ന എല്ലാം എന്റെ അച്ഛനായിരുന്നു കൂടെ വന്നോണ്ടിരുന്നത്. ഞാനും അച്ഛനും കൂടെയാണ് എല്ലായിടത്തും പോകുന്നത്. എനിക്ക് ഷൂട്ടുള്ള സമയത്ത് അച്ഛൻ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് അങ്ങനെ വരുമായിരുന്നു. അപ്പൊ സീരിയലിലൊക്കെ പോകുന്ന സമയത്ത് അവര് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീരിയൽ ഷൂട്ട് ചെയ്ത് ഒരു 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ ഷൂട്ട് കാണും. അപ്പൊ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ തമ്പാനൂര് വന്ന് അവിടുന്ന് ബസ് കയറി, ഇപ്പൊ നേരത്തെ അവള് പറഞ്ഞു നടക്കും, ഞങ്ങള് അവിടുന്ന് ബസ് കയറിയാണ് ഈ നിലമേൽ വന്നിറങ്ങി അവിടുന്ന് പിന്നെ അടുത്ത വണ്ടി പിടിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോക്കാണ്. പക്ഷെ ഇവർക്ക് അതൊന്നും മനസ്സിലാക്കണ്ട, അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവർക്ക് പറഞ്ഞ സമയത്ത് അവിടെ എത്തിയിരിക്കണം. അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ ഷാർപ്പ് 6 എന്ന് പറഞ്ഞാൽ പച്ചക്ക് ഇവര് തെറി വിളിക്കും, പച്ചക്ക് തെറി വിളിക്കും. വേണമെങ്കിൽ അച്ഛന് പറയും, അമ്മയ്ക്ക് പറയും, അങ്ങനെല്ലാം സംസാരിക്കും അവര്. അങ്ങനത്തുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ നേരിട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവര് അതെന്താണെന്ന് അറിയത്തില്ല അവർക്ക്. ആ സമയത്ത് അവർക്ക് എന്താണ് പറയാൻ തോന്നുന്നത് അവർ പറയും. കാരണം ആദ്യമായിട്ട് വന്ന ആളാണ്, തിരിച്ച് പ്രതികരിക്കൂല. നിക്കണമെന്നുണ്ടെങ്കിൽ അവൻ കടിച്ചു പിടിച്ച് നിന്നോളും, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവൻ കടിച്ചു പിടിച്ച് നിൽക്കും എന്നുള്ളൊരിതുണ്ട്. അതിന്റെ പേരിൽ എന്തും പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഇടയ്ക്കും അനുവിന് അങ്ങനത്തെ ഒരു അനുഭവം ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ സീരിയല് മൊത്തത്തിൽ നിർത്തി വെച്ച ഒരാളാണ്. എനിക്ക് സിക്കും ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ സീരിയൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നത്തെ കാര്യം, ഇടയ്ക്ക് ഞാനൊരു 4-5 സീരിയൽ ഒരുമിച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഒരു ടൈമില്. ഈ പറഞ്ഞ സ്റ്റാർ മാജിക്, പിന്നെ അഭിമഹി, ഈ പറയുന്ന ഏഷ്യനിലൊരു സീരിയല്, ഫ്ലവേഴ്സിലൊരു സീരിയൽ, അങ്ങനെ. അപ്പൊ ഓടി നടന്നാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഏഷ്യനെറ്റില് എല്ലാവരും കാണുന്നതാണ് അതൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സീൻ ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ എനിക്ക് ഫുൾ സീനായിരിക്കും, റെസ്റ്റ് ഒന്നുമില്ല. ഒരു സമയത്ത് ഉച്ചയായപ്പോൾ ഞാൻ അസോസിയേറ്റ് പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു കഴിച്ചോളാം, ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അനുവിന് കഴിച്ചു, അനുവിന് ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ടേ സീനുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ കഴിക്കാം. ഞാൻ പോയി ഇങ്ങനെ ഫുഡ് എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന, ആരെന്നൊന്നും പറയുന്നില്ല കേട്ടോ, കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട്, ഡയറക്ടർ അനു അവിടെ എന്ന് ചോദിക്കുന്നത്. അനു ഫുഡ് കഴിക്കുന്നത് സാർ. വന്ന് നിന്നിട്ട് ഒരു ഭയങ്കര വലിയ തെറി, ഒരു വലിയ പുള്ളിക്കാരൻ, ഒരു വലിയ തെറി പറഞ്ഞിട്ട്, ഫുഡ് കഴിക്കുന്നത് നീ എന്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ വന്നതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കും. ഇപ്പോഴല്ല നടന്നത്, ഒരു 2-3 വർഷം മുന്നെയാണ്. എനിക്ക് അറിയത്തില്ല, കഴിച്ചുകൊണ്ട് നിന്നപ്പോ എനിക്ക് കണ്ണീര് മൊത്തം ഈ പാത്രത്തിനകത്താ, കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിനകത്താ. എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം ഈ പുള്ളിക്കാരൻ വന്നിട്ട് സോറി പറയാ, മോളെ സോറി ഏട്ടാ എനിക്ക് അപ്പോഴും ദേഷ്യം വന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ല, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും ആ ഭക്ഷണത്തിൽ അനുവിന്റെ കണ്ണീരാണ് ആ ഭക്ഷണത്തിലേക്ക് വീണത്. പുള്ളിക്കാരന്റെ വൈഫും ഉണ്ട് അതിനകത്ത്, അഭിനയിക്കണ്ടോ അതിനകത്തുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഈ സീരിയൽ എന്നിട്ട് നിർത്തിയിട്ട് നിർത്തി പറഞ്ഞാൽ എനിക്ക് പേയ്മെന്റും കുറവായിരുന്നു, ഞാൻ നിർത്തി. സീരിയൽ മൊത്തത്തിൽ ഞങ്ങൾ നിർത്തി. എനിക്ക് പറ്റൂലായിരുന്നു, തെറി കേൾക്കണം, കൊണ്ടാക്കത്തില്ല ഞാൻ. അപ്പൊ എനിക്ക് വാശിയായിരുന്നു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു വീട് വെക്കണം എന്നൊക്കെ എന്റെ വാശിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വീട് വെച്ചതും കാറ് മേടിച്ചതും എല്ലാം. അപ്പൊ ഈ ഒരു വാശി കാരണമാണ് ഈ പറഞ്ഞ അനു നിർത്തിയല്ല സീരിയലില്. എന്നിട്ട് അല്ല ഈ ഡയറക്ടർ എന്നിട്ട് അനുവിന് പകരം വേറൊരാളെ സീരിയലിന് എന്നെ വീണ്ടും വിളിച്ചു, ഡയറക്ടർ വിളിച്ചോ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. കാരണം ആ ഒരു ക്യാരക്ടർ നല്ല പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു, നായകന്റെ അനിയത്തി. അപ്പൊ അങ്ങനെ വരുമ്പോ അഭിനയിക്കുന്നുണ്ട്, പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ആ ക്യാരക്ടർ. അപ്പൊ ഒരുപാട് പേര് നല്ല കാണുമ്പോഴും എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഒരുപാട് തവണ വിളിച്ചു ഡയറക്ടർ. ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറ്റ് ക്ലാഷ് ആവുന്നുണ്ട്. പൊതുവെ ലൊക്കേഷനിൽ മൊത്തത്തിൽ ഈ ഫീൽഡിൽ ഞാൻ ഭയങ്കര ഡയറ്റ് ക്ലാഷ് ചെയ്യുന്നു പറയുന്നുണ്ട്. ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ ഞാൻ ഈ നമ്മുടെ ട്രെയിനിൽ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്.
പിടിച്ചു നിൽക്കാൻ പറ്റാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ഓടി കിടന്ന് മരിച്ച് ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ഏതെങ്കിലും 2 വർക്ക് മതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുരഭി സ്വാസി എന്നുള്ളതും പിന്നെ വന്നത്. ഇപ്പൊ പിന്നെ സ്റ്റാർ മാജിക് മാത്രം ഇനാഗുറേഷൻ ഒക്കെ ഉണ്ട്, പുറത്ത് ഷോ ഉണ്ട്, ഇങ്ങനെ അങ്ങ് ചെയ്തു പോവാം, സീരിയൽ ചെയ്യണ്ടെന്ന് അങ്ങ് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത്രയും നാളും അനു ചെയ്തിരുന്നപ്പം ആ ക്യാരക്ടറിന്റെ ഉണ്ടായിരുന്ന ക്യാരക്ടറിനുള്ള റോളും കാര്യങ്ങളും ഇല്ലേ, അതിനെക്കാട്ടിലും വേറൊരു കുട്ടി ചെയ്തു. ആ കുട്ടിക്ക് കുറച്ചും കൂടെ അതിന്റെ ആ പ്രസൻസ് കൂട്ടി അല്ലേ? അത് എങ്ങനെ മനസ്സിലായി? അല്ല, അത് നമുക്ക് കാണുമ്പോ അത് നമുക്കറിയാലോ, നായികക്കാലും പ്രസൻസ് കൂട്ടി. അപ്പൊ അതൊരു പക്ഷെ അദ്ദേഹം വാശിക്ക് വാശിക്കായിരിക്കും ചെയ്തത്, ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാവും. എനിക്ക് പക്ഷെ ഒന്നും തോന്നിയില്ല ചേച്ചി അത് കണ്ടിട്ട്. കാരണം നല്ല റേറ്റിംഗ് ഉള്ള ഒരു സീരിയലായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞു എന്തിനാ മാറിയേ. ഏഷ്യനെറ്റ് പറയുമ്പോൾ, ഏഷ്യനെറ്റ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാ. അപ്പോ എന്തിനാ മാറിയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, മാറണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് ഞാൻ ആരും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇവിടെയാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാ. കാരണം നമുക്ക് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട, വല്ലതും വായി കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏത് ലൊക്കേഷൻ ആണെങ്കിലും ആരെന്തും, നമ്മളെ ഡയറക്ടർ ആയിക്കോട്ടെ ക്യാമറമാൻ ആയിക്കോട്ടെ, ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, സാർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അതെന്താ സാർ അങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് ഞാൻ പറയും. ഇപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറയും, ഉറപ്പായിട്ടും അങ്ങനെ ആയി വന്നതാണ്. അതാണ് ഈ തുടക്കക്കാരെ എല്ലാരും ചൂഷണം ചെയ്യാൻ കാരണം. അവർ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിപ്പം സാർ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, സാർ എന്നിട്ട് അങ്ങനെ ഇപ്പൊ പറഞ്ഞേ എന്ന് പറയുമ്പോ ഉടനെ എല്ലാം പറയുന്ന വെച്ചാൽ എനിക്ക് അഹങ്കാരമാണ്, ഇപ്പൊ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആയി എന്നുള്ളതാണ്, കയ്യിൽ പൈസ വന്നോണ്ടത്. ഒരിക്കലും അല്ല. കാരണം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയല്ല അവര്, നമ്മൾക്ക് മുന്നേ മുകളിലുള്ള സീനിയർ ആണ്. പക്ഷെ വഴക്ക് പറയാം, എന്താ അഭിനയത്തിന്റെ കാര്യത്തില വഴക്ക് പറയാം, അനു അഭിനയിച്ച ശരിയായില്ല, നേരെ അഭിനയിക്കുന്നു പറഞ്ഞ് ചീത്തയല്ല വഴക്ക് പറയാം, കുറച്ചും കൂടെ നന്നാക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ മോശപ്പെട്ടവര് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് നമ്മൾ അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുത്തിട്ടില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം. അതാ ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത്, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ നേടിയെടുക്കുന്നത് കുറെ നാളത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഉറപ്പായിട്ടും ഈ തുടക്കക്കാർക്ക് ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ പറ്റുന്നത് അതാണ്. അതെങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കും? ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയായാലും ബോൾഡായിട്ട് നിൽക്കുക, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക, എസ് പറയേണ്ടടുത്ത് എസ് പറയാം, നോ പറയേണ്ടടുത്ത് നോ പറയാം. അതെ, നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ കാണും ചിലപ്പോൾ എനിക്ക് അത് പോവുമോ, അത് നഷ്ടപ്പെടുവോ, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. ഇതിൽ നിന്നും ഇപ്പം ഒരു സമയത്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുമ്പോഴായിരിക്കും കുട്ടി അതിൽ നിന്നും എന്താ പറയണ്ടേ വലിയൊരാളായി തീരുന്നവൻ, ഞാൻ വിചാരിച്ചിടത്തോളം. അതെ, പക്ഷെ അതാണ് എല്ലാവർക്കും ചിലപ്പോ ഒരുപക്ഷെ കുറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയത്. ഇനി ഇത് ചെയ്തോന്നുള്ളൊരു ഫിയർ കാരണം പലരും ചെയ്യുന്നതായിരിക്കാം. പുതിയ ആൾക്കാരിൽ മാത്രമല്ലേ ഇത് ഈ പറയുന്ന കാര്യം. ഇതിപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന നല്ല പ്രായമുള്ള അമ്മമാർക്കും അച്ഛന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ള ചില ആൾക്കാർ. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിലായിരിക്കും ഇവർ നിൽക്കുന്നത്, ഇവരൊന്നും അവർക്കൊന്നും അറിയില്ല ക്യാമറ അവിടെ വെച്ചിരിക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രി കുറ്റം പറയുന്നില്ല, ചില ആൾക്കാരുടെ കാര്യമാണോ. എല്ലാ സീരിയൽ ലൊക്കേഷനിലും എല്ലാ സിനിമ ലൊക്കേഷനിലും ഇങ്ങനെയില്ല. ചിലയിടത്ത് മാത്രം എടുത്തു പറയാണ് ഞാൻ, ചിലയിടത്ത് മാത്രം ഇങ്ങനെയുള്ളൂ, വളരെ ചിലയിടത്തൊക്കെ മാത്രം. അത് എല്ലാരും അങ്ങനെ പ്രതികരിക്കത്തില്ല. ചില ഡയറക്ടർമാർ, ചില ക്യാമറമാൻ, ചില ഈ പറയുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ അവരും ഈ പറയുന്ന പോലെ ജീവൻ പറഞ്ഞ പോലെ പല ഏജിലുള്ളവരും അവരും കൂടി ഇങ്ങനെ വിഷമിക്കുക. അവർ ഈ പ്രായത്തില് ഇവർ വീട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കള് കാണും, 400 രൂപയ്ക്ക് ആയിരിക്കും അവർക്ക് കിട്ടുക. പക്ഷെ അവർക്ക് ഈ ടിവിയില് ഫ്രെയിമില് കാണിക്കുക, ബാക്കിലാണെങ്കിലും കാണുമല്ലോ, ചിലപ്പോൾ ഫോക്കസ് ഔട്ടിലായിരിക്കും, ഒന്നും കാണാൻ ഒരു പറ്റില്ല. വലിയ ഫാമിലിയിലുള്ള ഒരു അമ്മയായിരിക്കും ചിലപ്പോ വരിക. അപ്പൊ അവർക്ക് അറിയില്ല ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നോ എങ്ങനെ നിക്കണമെന്നോ ഒന്നും അറിയില്ല. പെട്ടെന്ന് വിളിച്ച് പറയും, അമ്മേ ഇങ്ങനൊരു സീരിയൽ ഉണ്ട്, അമ്മയ്ക്ക് അതിൽ ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, ജസ്റ്റ് അവിടെ പോയി നിൽക്കാൻ, അമ്മയ്ക്ക് പോകാൻ പറ്റുമോ? അയ്യോ ഞാൻ പോവാം. അങ്ങനെ വീടും വിട്ട് വണ്ടി കയറിയോ മോൻ കൊണ്ടാക്കിയോ മോള് കൊണ്ടാക്കിയോ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അവിടെ ചെന്നിട്ട് എന്താ പറയാ വഴക്ക് പറയും, ഇങ്ങോട്ട് വന്ന് എന്തിനാ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ നിൽക്കില്ലെന്ന് ഇങ്ങോട്ടല്ലേ പറഞ്ഞ, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല. അതെ, എന്താ വിഷമം തോന്നുന്നു. എന്നാലും ഒന്നും പറയത്തില്ല, അവർക്ക് അടുത്തൊരു ക്യാരക്ടർ ചെയ്യണം, താല്പര്യം ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്. അങ്ങനെ ഒരിക്കലും നമ്മൾ അവരുടെ താഴെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അനു പറഞ്ഞ ഈ സീരിയലിനകത്ത് തന്നെയും അനുവിനെ മാറ്റി വേറൊരു കുട്ടി വന്നു, അതിനകത്ത് തന്നെ നായകനും എന്നെ മാറ്റിയിട്ടുണ്ട്. എന്നെ അല്ലാതെ ഞാൻ പറയലേ, ഞാൻ സംസാരത്തിന്റെ പേരിൽ എന്നെ ഒരുപാട് സീരിയലിൽ നിന്ന് എന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ റിയാക്ട് ചെയ്തോണ്ടും മാത്രമല്ല, ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ,
മുമ്പ് ഒരിക്കലും റൈറ്റർ എന്നെ എഴുതാൻ വേണ്ടിയിട്ട് കൂടെ ഇരുന്ന് എഴുതാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എഴുതാൻ വേണ്ടി ഞാൻ ഭയങ്കര കാര്യം, പുള്ളിക്കാരൻ 2 പെൺമക്കളൊക്കെ ഉള്ളതാ. റൈറ്ററിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിനക്കറിയാല്ലേ. അപ്പം ഈ ഒരു ഫീൽഡിൽ എൻ്റെ അത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഹേവ് ചെയ്തിട്ടില്ല, സംസാരിച്ചത്. പക്ഷെ എനിക്കത് പുള്ളിക്ക് ഒരു ഫാമിലി ഉണ്ട്, ഒരു 2 പെൺമക്കളുണ്ട്. പിന്നെ കൊടുക്കേണ്ടത് ഫോണിൽ കൂടെ എൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്, അത് മതി എന്ന് വിചാരിച്ചു. എന്നാലും അദ്ദേഹത്തിന്റെ റൈറ്റർ അല്ല, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിന് അനുവിന്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ മോൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാൻ പറയുന്നത് പോലെ വന്നിരുന്ന് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എഴുതാൻ. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കായിരുന്നു, 2nd ഇയറിൽ എന്തോ 3rd ഇയറിനോ. അപ്പൊ പറഞ്ഞു ശരി സാർ വരാം. അപ്പൊ പറഞ്ഞു ഓക്കെ മോളെ ഞാൻ പറയാട്ടോ. അപ്പൊ ഞാൻ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു, അനു വരാൻ പറ്റുമോ, എന്താ പിന്നെ വിളിച്ചിട്ട് എടുക്കാത്തെ. അപ്പൊ ഞാൻ ഇതെല്ലാം വീട്ടിൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ പറയുക അനു എന്താ വിചാരിച്ചത്, അനുവിനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നോ. ഞാൻ പറഞ്ഞു അല്ല സാർ, അങ്ങനെയല്ല, പിന്നെന്താ വരാത്തത്, അനു വരാൻ പറ്റുമോ ഇല്ലയോ. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. ശരി, ആ സീനിൽ എന്നെ കട്ട് ചെയ്തു. ഒഴിവാക്കി. എനിക്ക് വിഷമമില്ല, കാരണം അടുത്ത സീനിൽ എന്നെ വിളിച്ചു, ഞാൻ പോയി. അത് കഴിഞ്ഞ ശേഷം ഈ പുള്ളി വേറൊരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണ്, ഏത് പൊസിഷനാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ചാനലില് മിക്ക സീരിയലിലും നായകന്റെ അനിയത്തി ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നെ വിളിച്ചു, ക്യാരക്ടറിന് വേണ്ടി വിളിച്ചു. ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയി, ഷൂട്ട് തുടങ്ങുന്നതിന് 2-3 ദിവസം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ അച്ഛനും അമ്മയും അവരാണ് സംസാരിക്കുന്നത്, കൺട്രോളിനെ വിളിക്കും. അന്ന് എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ചോദിക്കും ഷൂട്ട് നാളെയല്ലേ തുടങ്ങുന്നേ, അത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ അത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്, ചാനലിൽ നിന്ന് പറഞ്ഞു റിജക്റ്റ് ചെയ്യാനോ. ഞാൻ എന്താ കാര്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് പോയി, എന്താ ഏട്ടാ, ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എന്തിനേട്ടാ മാറ്റിയത്, ഇതിന് വേണ്ടി ഒരുപാട് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അയാൾ ആ സ്നേഹം കൊണ്ട് അയാൾ പറഞ്ഞു ഇന്ന ആളാണ് പറഞ്ഞു മാറ്റിച്ചെന്ന്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. അതുപോലെ ആ ചാനലിൽ പിന്നെ ഞാൻ ഒരു വർക്കും ഞാൻ പോയി ചെയ്തിട്ടില്ല, വിളിച്ചിട്ട് പോലും ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തില്ല. അയാൾ ഇപ്പൊ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വരുന്ന സീരിയലെല്ലാം ഈ പുള്ളി മനഃപൂർവ്വം എന്നെ റിജക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അത് അന്ന് അയാൾ വിളിച്ചപ്പോ ചെന്നില്ല അതിന്റെ ആ ഒരു ഇതില്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും അന്ന് ആ സീരിയലിൽ നിന്ന് നായകന്മാരും 2-3 പേര് ആ സീരിയലിന് വേണ്ടി മാറിയല്ലോ. ഒരുപക്ഷെ അവരും ഇത്തരത്തിൽ ഇപ്പൊ ജീവൻ പറയുന്ന പോലെ പെൺകുട്ടികൾ മാത്രല്ല, അവര് ആൺകുട്ടികളും ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഒരു കഥാപാത്രം തുടങ്ങിയിട്ടും 2-3 പേരിങ്ങനെ മാറി മാറി അതിനകത്ത് വരുന്നത്. സീരിയലൊക്കെ ഇപ്പൊ വേറൊരു കാര്യം വെച്ചാൽ, ഇപ്പൊ സീരിയലിലെ നായികയാണെങ്കിലും നായകനാണെങ്കിലും എന്ത് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ അവരുടെ കയ്യിരിപ്പുണ്ടായിരിക്കും, ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിരിപ്പുണ്ടായിരിക്കും പറഞ്ഞു വിടുക, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. എല്ലാം ഇങ്ങനത്തെ ഒന്നും ആയിരിക്കത്തില്ല. ഒന്നെങ്കിൽ അവരുടെ ഡേറ്റ് ക്ലാഷ് കാണണം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും സ്വയം പറഞ്ഞായിരിക്കും ചെയ്യാൻ പറ്റത്തില്ല, ഡെലിവറി ആണ്, അതുകൊണ്ട് കല്യാണമായി പോകണം. അപ്പൊ അങ്ങനെ പോകുന്നവരും ഉണ്ട്. എല്ലാം ഇങ്ങനെയൊന്നും അല്ല, ചില ജെനുവിൻ കേസസ് ഉണ്ടാവാം, ചിലപ്പം മനഃപൂർവ്വം കൊന്നു കളയുന്നതും ഉണ്ട്. അല്ലേ, പണ്ട് മുതലേ സീരിയലിന്റെ ഒരു പാറ്റേൺ നമ്മൾ കാണുന്നതാണ്. അവരുമായിട്ട് എന്തെങ്കിലും വഴക്കായി സെറ്റ് ആവുന്ന ക്യാരക്ടറിനെ അവിടെ കൊല്ലുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞ് ദുബായിക്കോ അമേരിക്കയ്ക്കോ അങ്ങനെ പറഞ്ഞു വിടുക. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളിപ്പോ ടി എ ചോദിച്ചാൽ പേയ്മെന്റ് ഇട്ടിട്ടില്ലെങ്കിൽ പേയ്മെന്റ് ഒന്ന് താമസിച്ച് നമ്മൾ നോക്കിയിരിക്കുവായിരുന്നു പണ്ടൊക്കെ, പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. വളരെ കുറച്ച് പൈസയാ ആ പേയ്മെന്റ്. അത് ഒരു ഷെഡ്യൂളിൽ എനിക്കും കിട്ടാണ്ട് ഒരു ഷെഡ്യൂളിൽ 2 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ 2 ഷെഡ്യൂളിൽ കിട്ടുന്ന അന്ന് ആ സമയത്ത് 1500 വെച്ച് 3000 രൂപയ്ക്ക്. ഈ 3000 രൂപയ്ക്ക് വേണ്ടി ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത് അങ്ങിട്ട് തന്നൂടെ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആരും അങ്ങനെ ഇപ്പൊ എന്നോട് ചെയ്യുന്നില്ല. അതിന്നിപ്പോ നിങ്ങൾ പ്രൂവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ലെവലിൽ എത്തി. അതെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അല്ലേ? ഓക്കെ. എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ചേട്ടൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കാണും. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ ആരെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പോയി ഇരിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. കാരണം അത് കണക്കായിരുന്നു എൻ്റെ അടുത്ത് മാത്രമല്ല, സെറ്റിനകത്തുള്ള എല്ലാവരുടെ അടുത്തും ദിലീപേട്ടൻ അങ്ങനെ ആയിരുന്നു.